എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പേപ്പർ വാല്യുവേഷൻ നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ SSLC റിസൾട്ടിന് ശേഷം +1ൻ്റെ അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ആ ഒരു സമയത്താണ് വരിക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ +1 തന്നെ നിങ്ങൾക്ക് അറിയാം, ഹയർ സെക്കൻഡറി ഉണ്ടാവും. എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയണം ില്ല അതുകൊണ്ട് തന്നെ പറയാം, ഹയർ സെക്കൻഡറി ഉണ്ടാവും. ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ സാധാരണ നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് പഠിച്ച ആ ഒരു സ്കൂൾ പോലെ തന്നെ ആയിരിക്കും ഈ ഒരു ഹയർ സെക്കൻഡറിയിലെ കോഴ്സ്. അതിൽ സാധാരണ കുറച്ച് സബ്ജക്ട്സും കാര്യങ്ങളുണ്ടാവും. അതിന് പ്രാക്ടിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ +2 വരിക. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു +1ൻ്റെ VHSC വിഭാഗമാണ്. VHSC ആണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു കോഴ്സ് കൂടി ഉണ്ടാകും. തൊഴിലധിഷ്ഠിതം എന്ന് പറയുമ്പോൾ വിവിധതരം കോഴ്സുകളുണ്ട്. അതായത് ഫാമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു മെഷീനറി വിഭാഗത്തിലുള്ള ആ ഒരു കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട്, അതായത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കോഴ്സുകൾ അതായത് ഈ ഒരു +1ൻ്റെ ആ ഒരു ക്ലാസ്സിനോടൊപ്പം എക്സ്ട്രാ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു കോഴ്സ് കൂടി വരുന്ന രീതിയിലാണ് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സംരംഭകത്വ വികസനം എന്ന് പറയുന്നത്, അതായത് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടി കോമൺ ആയിട്ട് എല്ലാ സബ്ജക്റ്റുകൾക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു ഹയർ സെക്കൻഡറിയിലെയും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെയും കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടി നോക്കാം. അതുപോലെ നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നോക്കാം. നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ +1ൻ്റെ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് കോഴ്സുകൾ നൽകാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് കോമ്പിനേഷനുകളൊക്കെ നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെ അപേക്ഷിക്കാം. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു ജില്ലയിൽ അപേക്ഷിക്കാം, വേണമെങ്കിൽ ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അതായത് ഹയർ സെക്കൻഡറിയിൽ ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. മറ്റൊരു ജില്ലയിലേക്ക് കൂടി നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു എക്സ്ട്രാ ആപ്ലിക്കേഷൻ കൂടി നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നൽകുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നൽകുന്ന സമയത്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നൽകുന്ന മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ നിൽക്കുന്ന നമ്പറായിരിക്കണം നൽകേണ്ടത്. അല്ലാതെ ഇടയ്ക്ക് കട്ടായി പോകുന്ന ഫോൺ നമ്പറൊന്നും കൊടുക്കരുത്. അതുപോലെ നിങ്ങളുടെ തൊട്ടടുത്ത്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അത് നിങ്ങളുടെ പാരൻസിൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ പാരൻസ് നാട്ടിലില്ല, മറ്റെവിടെയെങ്കിലും പോയിട്ട് ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നതാണ്, കുറേ കാലങ്ങൾ ഒക്കെ കഴിഞ്ഞ് വരുന്നതാണ് എങ്കിൽ, അതായത് ഈ ഒരു ചില സമയത്ത് കേരളത്തിന് പുറത്തൊക്കെ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്ന പാരൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള, അതായത് നിങ്ങളുടെ മദേഴ്സിൻ്റെ, അതായത് നിങ്ങളുടെ മാതാപിതാക്കളുടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ OTPയും കാര്യങ്ങളൊക്കെ ഈ ഒരു നമ്പറിൽ വരും. അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടാവാറുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പറായാലും നൽകിയാൽ മതിയാകും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മൊബൈൽ നമ്പർ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം എഡിറ്റ് ചെയ്യണമെങ്കിൽ OTP ആവശ്യമാണ്. ആ ഒരു OTP മൊബൈൽ നമ്പറിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടാവാത്ത മൊബൈൽ നമ്പർ ആയിരിക്കണം നൽകേണ്ടത്. കാരണം നിങ്ങളോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ കാരണം എന്ന് പറയുന്നത്, മുൻ വർഷങ്ങളിൽ ഈ ഒരു അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് മൊബൈൽ നമ്പർ മിസ്സായി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കട്ടായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ +1ൻ്റെ ഹയർ സെക്കൻഡറി കോഴ്സുകളെ കുറിച്ച് നോക്കാം. +1ൻ്റെ ഹയർ സെക്കൻഡറി കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സാധാരണ കോമൺ ആയിട്ട് വരുന്ന ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് സയൻസ് ഗ്രൂപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സയൻസ് ആണെങ്കിൽ സയൻസിലെ സബ്ജക്റ്റുകളുടെ, അതായത് ആ ഒരു കോമ്പിനേഷനിൽ ഉള്ള, അതായത് ആ ഒരു കോഴ്സ് കോമ്പിനേഷനിലുള്ള സബ്ജക്റ്റുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള, അതായത് ചിലതിൽ ഈ ഒരു മാത്സ് ഉണ്ടാവും, ചിലതിൽ മാത്സ് ഉണ്ടാവില്ല. അതുപോലെ ചിലതിലാണെങ്കിൽ ബയോളജി ഉണ്ടാവും, ചിലതിൽ ബയോളജി ഉണ്ടാവില്ല. ചിലതിൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും, ചിലതിൽ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവില്ല. ഇതനുസരിച്ച് അതിലെ ആ ഒരു സബ്ജക്റ്റിൻ്റെ മാറ്റം അനുസരിച്ചിട്ടാണ് ഈ ഒരു സയൻസ് ഗ്രൂപ്പ്, അതുപോലെ കൊമേഴ്സ് ഗ്രൂപ്പ്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ +1ന് അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ ചേഞ്ചസ് ഒക്കെ വരുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ ആദ്യത്തെ നോക്കാം. ഇതിൽ നിങ്ങൾക്ക് കാണാം കോമൺ ആയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും എല്ലാത്തിലും ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ബയോളജി നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു 2, അതായത് 3 സബ്ജക്റ്റ്, അതായത് 3 കോമ്പിനേഷനുകളിലാണ് ബയോളജി വരുന്നത്. അതുപോലെ തന്നെ ചിലതിൽ മാത്സ് വരുന്നുണ്ട്, ചിലതിൽ മാത്സ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഈ ഒരു സബ്ജക്റ്റുകൾ വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹ്യൂമാനിറ്റീസ് വിഭാഗമാണ്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എല്ലാത്തിലും ഹിസ്റ്ററി തന്നെ ഉണ്ടാവണം എന്നില്ല. അതിനനുസരിച്ച് കോമ്പിനേഷൻസ് ഒക്കെ ചേഞ്ച് ആയിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സബ്ജക്റ്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഈ ഒരു കൊമേഴ്സ് വിഭാഗത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ
നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് കാണാം. അത് സയൻസ് ഗ്രൂപ്പിലാണ് വരിക. കാരണം അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സും കാണാം, കെമിസ്ട്രിയും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ ആവാനാണ് താല്പര്യമെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഫിസിക്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കെമിസ്ട്രി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ബയോളജി ഉണ്ടായിരിക്കണം. ഈ ഒരു 3 സബ്ജക്റ്റുകളുള്ള ഈ ഒരു കോമ്പിനേഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് +2ന് ശേഷം ഡോക്ടർ ആവാനായിട്ട് നീറ്റ് പരീക്ഷയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോമ്പിനേഷനിൽ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, മാത്സ് എന്നിവ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു 2 വിഭാഗത്തിലേക്കും നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബയോളജി സയൻസ് ആണ്. അതായത് ഈ ഒരു കോഡ് നമ്പർ 1 ആയിട്ടുള്ള ബയോളജി സയൻസ്. കാരണം നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് അറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് അത് ഇതിനു വേണ്ടി ഉപയോഗിക്കും. അതായത് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക്, അതായത് ഈ ഒരു ഡോക്ടർ ആവാനൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സാണ്. അതുപോലെ നഴ്സിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ്. അപ്പോൾ ഇതും ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഭാഗത്തിലേക്കാണ് പോകാൻ താല്പര്യമുള്ളതെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സയൻസ് എടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും പോകാൻ സാധിക്കും. അതായത് ഈ ഒരു ബയോളജി സയൻസ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൊമേഴ്സ് പഠിച്ച ഒരു വിദ്യാർത്ഥിയും അതുപോലെ ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥികളും പിന്നീട് തുടർ പഠനങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങൾ അവർക്ക് നേടാൻ പറ്റുമോ ആ ഒരു വിഭാഗങ്ങളിലൊക്കെ ഈ ഒരു സയൻസ് പഠിച്ചവർക്കും മാറാനായിട്ട്, അതായത് ബയോളജി സയൻസ് പഠിച്ചവർക്കും മാറാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിങ് ഫീൽഡ് അല്ലെങ്കിൽ ബാങ്കിങ് ഫീൽഡിലൊക്കെയാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഈ ഒരു ലിറ്ററേച്ചർ ഒക്കെയാണ് താല്പര്യം, അതായത് BA മലയാളം അതുപോലെ ഇതുപോലുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് +2ന് ശേഷം തുടർ പഠനമായിട്ട് നേടാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിരുചി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഓപ്ഷൻസ് നൽകേണ്ടത്. നിങ്ങൾക്കിപ്പോൾ സയൻസ് ആണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സയൻസ് ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ ആശ്രയിച്ചിരിക്കുന്നത് ഒരു സ്കൂളിലെ സീറ്റ് എത്രയുണ്ട്, അതായത് സീറ്റുകളുടെ എണ്ണം സാധാരണ ഒരു കോഴ്സിന് 60 സീറ്റാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എത്ര സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ എത്ര വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്നു, ആ ഒരു അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ SSLCയുടെ മാർക്ക് എത്ര ഉണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ റിസർവേഷൻസ് ആർക്കൊക്കെയാണ് റിസർവേഷൻ ഉള്ളത്, അതുപോലെ നിങ്ങൾക്ക് എന്ത് റിസർവേഷൻസ് ആണുള്ളത്, ഇതൊക്കെ ആശ്രയിച്ച്, അതായത് വിവിധ കാര്യങ്ങളൊക്കെ, അതുപോലെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ്സ് ഉണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ കാര്യങ്ങൾ ആശ്രയിച്ചിട്ടാണ് ഒരു വിദ്യാർത്ഥിക്ക് +1 അലോട്ട്മെൻറ്റ് കിട്ടുക. അതുപോലെ ചില സ്കൂളുകളിൽ പഠിപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിദ്യാർത്ഥികളും അപേക്ഷിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ നിങ്ങൾ സയൻസിനൊക്കെ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ മാർക്ക് കുറവാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ VHSCയുടെ വെബ്സൈറ്റാണിത്. VHSCയുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് വിദ്യാർത്ഥികൾ ഈ ഒരു +1 അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെയാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ സെപ്പറേറ്റ് അപേക്ഷ തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ കോഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു അതിലൊരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒന്നാമത്തെ കോഴ്സിൻ്റെ കോഡ് പവർ ട്രില്ലർ ഓപ്പറേറ്ററാണ്. അതായത് വയലുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു, അതുപോലെ അതിൻ്റെ മെക്കാനിക്കും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് പവർ ട്രില്ലർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതിൽ നിങ്ങൾക്ക് കാണാം എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന കോഴ്സ് എല്ലാ കോഴ്സിൻ്റെ കൂടെയും ഈ ഒരു സബ്ജക്റ്റ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, അതായത് സംരംഭകത്വ വികസനം എന്നുള്ള ഒരു കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വിവിധ തരത്തിലുള്ള അതായത് കോഴ്സുകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C എന്നിങ്ങനെ വിവിധ തരത്തിലാണ് കോഴ്സുകളെ തരംതിരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഗ്രൂപ്പ് B കോഴ്സാണ്, അതായത് ഗ്രൂപ്പ് B കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ മാത്സ് കൂടി പഠിക്കാനുള്ള അവസരമുണ്ട്. ഗ്രൂപ്പ് B എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സല്ല, അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്രൂപ്പ് B കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം, അതായത് ഇവിടെയുള്ള ഈ ഒരു കോഴ്സുകളാണ് ഗ്രൂപ്പ് B കോഴ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് A കോഴ്സിൽ നിങ്ങൾക്ക്, അതായത് ഗ്രൂപ്പ് A എന്ന് പറയുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് A ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയാണ് ഗ്രൂപ്പ് Aയിൽ വരുന്നത്. ഗ്രൂപ്പ് B ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് B കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് മാത്സ്, സ്കോൾ കേരളയുടെ അഡീഷണൽ ആയിട്ടുള്ള മാത്സ് പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് B കോഴ്സ് തിരഞ്ഞെടുത്തവർക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡ്, അതായത് ഡോക്ടറൊക്കെ ആവാൻ സാധിക്കും. അതുപോലെ തന്നെ അഡീഷണൽ മാത്സ് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഉള്ള
നീറ്റല്ല കീം പരീക്ഷ എഴുതുന്നതിനുള്ള അവസരമുണ്ടാകും. അതായത് നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ബയോളജി സയൻസ് എടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയില്ല എങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ഗ്രൂപ്പ് ബി കോഴ്സ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയും അതിനോടൊപ്പം അഡീഷണൽ മാത്സ് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാനും സാധിക്കും. അതുപോലെ തന്നെ മറ്റ് വിവിധ തരത്തിലുള്ള കോഴ്സുകളുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോഴ്സ് എല്ലാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഉണ്ടാവില്ല. ഓരോ സ്കൂളുകൾ അനുസരിച്ചും അവിടുത്തെ ഫെസിലിറ്റീസ് അനുസരിച്ചുകൊണ്ടും ഓരോ സ്കൂളുകളിലും ഉണ്ടാകുന്ന കോഴ്സുകളുടെ കോഴ്സുകൾ മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരിസരത്ത് ഏതൊക്കെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സ്കൂളുകളുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ്, അതായത് vhscap.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഓൾ എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വിവിധ സ്കൂളുകളുടെ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ, അതായത് നിങ്ങളുടെ ജില്ലയിൽ ഏതൊക്കെ സ്കൂളുകളാണ് ഉള്ളത്, അതുപോലെ നിങ്ങളുടെ വീടിനടുത്ത് ഏതൊക്കെ സ്കൂളുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഇതുവഴി മനസ്സിലാക്കാവുന്നതും, അതുപോലെ അവിടെ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം, അതിനനുസരിച്ചിട്ടായിരിക്കണം വിദ്യാർത്ഥികൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ തന്നെ ഏത് കോഴ്സാണ് പ്ലസ് വണ്ണിന് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. കാരണം പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതായത് ചില വിദ്യാർത്ഥികൾ സയൻസ് എടുക്കും, പിന്നീട് പറയും എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് വേണ്ടത്. എന്നാൽ ചില വിദ്യാർത്ഥികൾ ഹ്യൂമാനിറ്റീസ് എടുക്കും, പിന്നീട് പറയും സയൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് വേണ്ടത് എന്നിങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. അത് നിങ്ങൾക്ക് ഈ ഒരു SSLCയുടെ റിസൾട്ട് എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്ലസ് വണ്ണിന് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ